അതല്ല വിഷയം. എനിക്കൊന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കണം. സംസാരിക്കാലോ, സംസാരിച്ചോ. എനിക്ക് കടയുടെ പേര് ഇഷ്ടായില്ല. കടയുടെ പേര് ഇഷ്ടമായില്ല? നല്ല പേരല്ലേ ചേച്ചി? അയ്യേ അളിഞ്ഞ പേര്. അങ്ങനെയൊന്നും അല്ല, പേരൊക്കെ നല്ല പേരാണ്. പക്ഷെ കടയ്ക്ക് ആ പേരിടാൻ പറ്റില്ല, കുറച്ച് സീനുണ്ട്. സീനുണ്ടോ? ഒന്ന് ചേട്ടാ, ആ പേരെങ്ങനെ എൻ്റെ വീട്ടുകാരാണ്ട് നല്ല സീനാവും. എന്നെ പഠിത്തം നിർത്തും, എന്നെ പിന്നെ ചെന്നൈക്ക് വിടൂല, എൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. ഇപ്പോൾ അങ്ങനത്തെ ഒരു സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ പേരൊന്നും മാറ്റണം ഷിബു. ഷിബു എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരാളെ പരിചയപ്പെട്ടതിന്റെ പേരിൽ അയാളുടെ പേര് കടയ്ക്ക് ഇടുക എന്നൊക്കെ പറയുമ്പോഴേക്കും അത് നാട്ടുകാരും വീട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മോശമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്, ആലോചിച്ച് നോക്ക്. സംഭവം ശരിയാണ്. അങ്ങനെ ചാടിക്കേറി ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് അത്രയൊന്നും ചിന്തിക്കേണ്ട വിവരമില്ലല്ലേ ചേച്ചി. പിന്നെ നല്ല പേരായിരുന്നു. എന്നാ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടെ ചേച്ചി പറഞ്ഞു തരട്ടെ. ഷിബു, ഇവളുടെ പുറകെ അങ്ങനെ ഇങ്ങനെ ഒന്നും നടന്ന് ശല്യപ്പെടുത്താനൊന്നും പറ്റത്തില്ല. ശല്യപ്പെടുത്തിയ ഞാൻ പുറകെ ശല്യപ്പെടുത്തണ ചോദിച്ചു നോക്കിയേ. ചെയ്താ? ഞാൻ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തണ ചോദിച്ചു നോക്കിയേ. ചെയ്താ? ഞാൻ മെസ്സേജ് ഇട്ട് ശല്യപ്പെടുത്തണ ചോദിച്ചു നോക്കിയേ. ചെയ്താ? പിന്നെ എങ്ങനെ ശല്യമായി? വേണ്ടെന്ന് പറയും. പിന്നെ ചെറിയൊരു ഇഷ്ടം തോന്നി, അത് തുറന്നു പറഞ്ഞു. തെറ്റാണോ അത്? അത് വേണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അത് വേണ്ടെന്നാ? ഓ അങ്ങനെ. നിങ്ങളുടെ പേടി എനിക്ക് മനസ്സിലായി ചേച്ചി. പണ്ട് ഞാൻ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണത്. പണ്ട് അങ്ങനെ നടന്നു, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എന്നെ തിരിച്ച് ജീവിതത്തിലൂടെ കൊണ്ടത് നിങ്ങളൊക്കെയാണ്. ആ സ്നേഹം എനിക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്തുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലായത്, നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ പേര് മാറ്റണം. അപ്പൊ ആ പേരൊന്നും മാറ്റണം അല്ലേ? അതല്ലേ പറഞ്ഞു. പേരൊന്നും മാറ്റണം. അയ്യോ ചാവല്ലേ. ചാവാനൊന്നല്ല, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചു. അപ്പൊ പേര് മാറണം അല്ലേ? മാറ്റാം. പകരമേ പാറമട മൊബൈൽസ് എന്നിട്ടാലോ? പാറമട മൊബൈൽസാ? അയ്യേ, ചീന പേര്. അങ്ങനല്ല, അത് അത്ര കൊള്ളൂല. എന്നാ പിന്നെ നിങ്ങളൊരു പേര് പറഞ്ഞോ. എന്നാ ഞാൻ ഒരു കിടിലൻ പേര് പറയട്ടാ. റോക്ക് സ്റ്റാർ മൊബൈൽസ്. അതിലാവുമ്പോ ഷിബു റോക്സിന്റെ റോക്കും ഉണ്ട്, പിന്നെ സ്റ്റാർ പോലെ കട കയറി കത്തുകയും ചെയ്യും. അത് നല്ല പേരാണ്. പിന്നെ കിടിലൻ പേരാ. പിന്നെ അടിപൊളി പേരല്ലേ? റോക്ക് സ്റ്റാർ മൊബൈൽസ്. കൊള്ളാലേ? സെറ്റ്. പിന്നെ അതിന്റെ കൂടെ ചീഞ്ഞളിഞ്ഞ് ചുമന്നിരിക്കുന്ന 2 കണ്ണുകളുണ്ടല്ലോ, അതും കൂടെ ഒന്ന് മാറ്റണേ. ചീഞ്ഞളിഞ്ഞ് ചുവന്ന കണ്ണൊന്നും പറയല്ലേ, അല്ല സുന്ദരം കണ്ണുകളാ. എന്റെ അനിയത്തിയുടെ കണ്ണാ, ഞാൻ പലതും പറയും. കുടുംബത്തിൽ നീ എവിടെ നിൽക്കരുത് കേട്ടോ. ഇല്ല ഇല്ല, അത് മാറ്റിക്കൊള്ളാം. മാറ്റണം പ്ലീസ്. ഞാൻ നിങ്ങളുടെ ഡിമാൻഡൊക്കെ അംഗീകരിച്ച്. പക്ഷെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ കട ഉദ്ഘാടനം ചെയ്യുന്നത് ശിവാനി ആയിരിക്കണം. ഞാൻ നാളെ നോട്ടീസ് അടിക്കാൻ പോവാ, ശിവാനി ഉദ്ഘാടനം ചെയ്യാൻ പോണെന്ന്. അപ്പൊ ചേച്ചി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞാനും എൻ്റെ കടയും. നാളെ ഞാൻ നോട്ടീസ് അടിക്കാൻ പോവാണ് കേട്ടാ. അപ്പൊ ശരി. എന്റെ പേര് നോട്ടീസ് അടിക്കാൻ പോകുന്നല്ലേ പറഞ്ഞേ? അവൻ അങ്ങനെയാണോ പറഞ്ഞേ? ഉദ്ഘാടനല്ലേ? ഉദ്ഘാടനം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നാടൻ മുറിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഉദ്ഘാടന ദിവസം ചെന്നൈക്ക് പോയാൽ മതി. ഓ ദേ വരുന്നു ഉരുതടി. കണ്ടോളൂ. എവിടെ തന്നിട്ട് വരുവാ? എവിടെ തന്നെ പോയിട്ട് വരുവാന്ന്? ഞാൻ മറ്റേ ഈ നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ നടക്കാറിങ്ങിയത്. നടക്കാറിങ്ങിയത്? അയ്യോ, എന്നാ പിന്നെ പറയണ്ടായിരുന്നു, ഒരുമിച്ച് ഇറങ്ങായിരുന്നല്ലോ നടക്കാൻ. കൂടുതൽ നടത്തല്ലേ. മെർലിനെ കാണാൻ പോയതാണോ? മെർലിനെ ഇല്ല. എന്തോന്ന്? ഇല്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കണമല്ലോ അവള്. എന്താ പിന്നെ എപ്പോഴും മെർലിനുള്ളിൽ നടക്കണേ? എനിക്ക് വേറെ വേലയില്ല. നിങ്ങൾ ചെല്ലേ, വീട്ടിലോട്ടല്ലേ പോകോ. നീ വന്നില്ലേ? നീ വരുന്നില്ലേ? ഞാൻ വരാം. നിങ്ങൾ നടന്നോ, ഞാൻ വരാം.
നമുക്ക് ഒരുമിച്ച് നടക്കാം ബാ. അതെ. ബാ. അല്ല കുഴപ്പമില്ല ചേച്ചി. കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമുണ്ട്. നിന്നെ പഞ്ചാര അടിയേ വേണ്ട. ഷുഗർ വരുവാടാ ബാ. നിങ്ങൾ നടക്കാറിയ നടന്നു കഴിഞ്ഞാ? ആ നടന്നു കഴിഞ്ഞു. പിന്നെ കേശുവേ, നമ്മളിപ്പോ ഷിബു റോക്സിനെ കണ്ടായിരുന്നേ. ആ അപ്പൊ പുള്ളിയുടെ കടയുടെ ഉദ്ഘാടനക്കാരും ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മള് 3 പേരും കൂടെ ചേർന്ന് നടത്തി കൊടുക്കണം എന്നാണ് പറഞ്ഞേ. ചെലപ്പോ കടയുടെ നോട്ടീസിൽ നമ്മുടെ 3 പേരിൽ ആരെങ്കിലും ഒരാളുടെ പേരൊക്കെ വെക്കുമായിരിക്കും. അതിനിപ്പോ എന്താ വെക്കട്ടെ, നമ്മളെ നന്നായൊരു പുള്ളിയല്ലേ, കുഴപ്പമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാന്നേ. ഉറപ്പാണല്ലോ അല്ലേ? ആ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.